വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വെള്ളക്കടല വെച്ച് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു സബോള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സബോളയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവയെ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. സബോളയെല്ലാം വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, 2 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, വേപ്പില എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവയും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അവയെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചെങ്കിലും ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വലിയ തക്കാളിയും കൂടി ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് വേഗം വഴണ്ട് കിട്ടും. തക്കാളിയെല്ലാം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പിൽ താഴെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയെല്ലാം ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ ഒന്നുകൂടെ വഴണ്ട് വരട്ടെ. ഇപ്പോൾ മസാലയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മസാലയൊക്കെ വെള്ളക്കടലയിൽ പിടിച്ച് അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നു തുടങ്ങും. ചെറിയ തീയിലിട്ട് നമുക്കിതിനെ ഡ്രൈ ആക്കി എടുക്കാം. കടലയിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചു തുടങ്ങി. ഇപ്പോൾ നല്ലവണ്ണം കടലയിൽ മസാലയെല്ലാം പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി, ദോശയുടെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.